ഫ്രാൻസിൻ്റെ കളി കാണാൻ സിദാനില്ല, പകരം അർജൻറ്റീനയ്ക്കെതിരെയുള്ള അൾജീരിയയുടെ കളി കാണും. അയാളല്ലെങ്കിലും പണ്ട് മുതലേ അങ്ങനെയാണ്. അതായത് നമുക്കറിയാം, സിദാൻ ഫ്രാൻസിനെ 2 തവണ ഫൈനലിൽ എത്തിച്ചു, 1 തവണ കപ്പെടുത്തു, അതും ഫൈനലിൽ 2 ഗോളടിച്ച് കപ്പെടുത്തു. അതുപോലെ യൂറോ കപ്പ്, ഒത്തിരി ചാമ്പ്യൻസ് ലീഗ്, അതായത് റയലിന് വേണ്ടിയിട്ട് ഒത്തിരി ചാമ്പ്യൻസ് ലീഗ്, കോച്ചായിട്ട് ഒരുപാട് തിളങ്ങി. അതായത് ഫുട്ബോളിലെ ലെജൻഡ്. ഫുട്ബോളിൽ ഏത് മേഖലയിലെടുത്താലും സിദാൻ്റെ തട്ട് തന്നെ ഇരിക്കും എന്ന് വെച്ചാൽ അയാൾക്ക് അതിൻ്റെ അഹംഭാവമല്ല. ഇന്നേ വരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീമ്പളക്കുക, അല്ലെങ്കിൽ ഫ്രാൻസ് കപ്പെടുക്കുമ്പോൾ ഒരു കൺഗ്രാജുലേഷൻ പറയാം, അല്ലെങ്കിൽ ഫ്രാൻസ് ഫൈനലിൽ എത്തുമ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് പറയാം. അതായത് അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഒരു ചാനലിൽ വന്നിട്ട് വീമ്പളക്കൂല, മറ്റു പലവരെയും പോലെ ഞാൻ വലിയ ഗോട്ടാണെന്ന് പറഞ്ഞിട്ട് വീമ്പളക്കുക, അങ്ങനെയുള്ള ഒരു സംഭവമില്ല. അതായത് തൻ്റെ ഫാമിലിയോടൊപ്പം മാക്സിമം എൻജോയ് ചെയ്ത് നിൽക്കുക. അപൂർവം സമയങ്ങളിൽ മാത്രം ഇൻസ്റ്റാഗ്രാമിൽ ചില പോസ്റ്റുകൾ കാണാം. നമുക്കറിയാം എത്ര ലെജൻഡുകളാണ് വന്നിട്ട് സൈൻ മേടിക്കുന്ന ടീഷർട്ടുമേ നോക്കിയത്. ഈ വേൾഡ് കപ്പിൽ തന്നെ അദ്ദേഹം അമേരിക്കയിൽ എത്തിയത് ഫിഫയുടെ സ്പെഷ്യൽ ക്ഷണം കാരണം മാത്രമാണ്. എന്നിട്ടും 2 കളിയും ഏകദേശം ഒരേ ടൈമിൽ വന്നപ്പോൾ അൾജീരിയയുടെ, അതായത് തൻ്റെ മകൻ കളിക്കുന്ന അൾജീരിയക്ക് വേണ്ടി കളിക്കുന്ന അൾജീരിയയുടെ കളി കാണാൻ പോകാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. കാരണം അദ്ദേഹം ഫ്രാൻസിലെ ഒരു കുടിയേറ്റക്കാരനാണ്, അൾജീരിയൻ പേരുള്ള കുടിയേറ്റക്കാരനാണ്. അപ്പോൾ തൻ്റെ മക്കളെ എവിടെയാണോ കളിക്കുന്നത് അവിടെ പോകാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും മികച്ച ഫോമിലുള്ള അൾജീരിയയും നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയും തമ്മിലുള്ള മത്സരം തീപ്പൊരി പാറും. എത്ര നനച്ചാലും പൊടി പാറുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നെന്തായാലും സിദാനെ പോലെ ആരും കളി മിസ്സാക്കണ്ട. നല്ല എൻ്റർടൈൻമെൻറ്റ്.